സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിന്റെ തിരുവചനത്തിന്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നിശ്ചയമായും ഏകാഗ്ര ഹൃദയത്തോടെ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിന്റെ ആധികാരികതയെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ പഠന വിഷയം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നമ്മുടെ കയ്യിലിരിക്കുന്നതായ ദൈവത്തിന്റെ വചനം, അത് ദൈവവചനമാണെന്നുള്ളതിന് സൂപ്പർ നാച്ചുറൽ എലിമെന്റ് ആയിട്ട് ചില കാര്യങ്ങളെ നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ 4-ാമത്തെ വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് ആ ദൈവവചനത്തോടുള്ളതായ ബന്ധത്തിൽ ശാസ്ത്രീയമായ കൃത്യതയാണ്, സയൻസുമായിട്ട് കൃത്യത പാലിക്കുന്നതായ ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകം. ഇതൊരു മിഥ്യയാണെന്നോ, ഇത് ഒരു സാങ്കല്പികമായ വിഷയമാണെന്നോ, അല്ലെങ്കിൽ ഇതൊരു ലെജൻഡാണെന്നോ നമുക്കൊരിക്കലും പറയുവാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് ആധുനിക സയൻസ് പ്രൈസ് ദി ലോർഡ് തെറ്റ് ആണെന്ന് പറയുവാൻ തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ കഴിയാത്തതായ അനേക ശാസ്ത്ര വിഷയങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിവസം നാം 6 കൂട്ടം കാര്യങ്ങൾ അതോടുള്ളതായ ബന്ധത്തിൽ ചിന്തിപ്പാനായിട്ടിടയായി. 6-ാമത്തെ വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. അത് സമുദ്രത്തിന്റെ അടിയിൽ ജലപാതകളുണ്ട് എന്ന് വേദപുസ്തകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതായ കാര്യങ്ങൾ, അത് സയന്റിഫിക്കലായിട്ട് അത് തെളിയിക്കുവാനായിട്ട് ആ പാതകൾ കണ്ടെത്തുവാനും ആ പാതകളുള്ളതായ ബന്ധത്തിൽ അതിൻ്റെ സഞ്ചാര മാർഗങ്ങൾ എടുക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനായിട്ടിടയായി. ഇന്ന് നമ്മൾ 7-ാമത്തെ വിഷയമാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 7-ാമത്തെ വിഷയം എന്ന് പറയുന്നത് ദ ഫാക്ട് ഓഫ് ദി ഹൈഡ്രോളിക് സൈക്കിൾ. ദ ഫാക്ട് ഓഫ് ദി ഹൈഡ്രോളിക് സൈക്കിൾ. എന്താണ് ഹൈഡ്രോളിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ ഭൂമി അതിന്റെ ജീവാംശത്തോടെ അതിന്റെ ലൈഫ് നിലനിർത്തുന്നത് ഭൂമിയിൽ ജലം നിൽക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, പ്രാഥമികമായി ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ആവശ്യമായിരിക്കുന്നത് വായുവും ജലവുമാണ്. വായുവും ജലവും ഇല്ല എങ്കിൽ ജീവന് നിലനിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോ ഈ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായി തീരുന്നത് ജലമാണ്. എന്നാൽ ഈ ജലം നിശ്ചലമല്ല. ഈ ജലത്തിന് അതിനൊരു ഹൈഡ്രോളിക് സൈക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജലചക്രമുണ്ട്. എന്താണ് ആ ജലചക്രത്തില് ഉൾപ്പെട്ടിരിക്കുന്നതായ 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സ്കൂൾ തലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതായ വിഷയമാണ്. ജസ്റ്റ് അത് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ഈ 5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവോപ്പറേഷനാണ്, ബാഷ്പീകരണം. സമുദ്രം, അതുപോലെ കായൽ, അതുപോലെ നദികൾ, ഇവിടങ്ങളിലുള്ളതായ ജലം സൂര്യന്റെ താപത്താൽ, സൂര്യന്റെ ചൂട് കൊണ്ട് അത് ബാഷ്പീകരിച്ച് മുകളിലേക്ക് ജലത്തിന്റെ അടുത്ത സ്റ്റേജായ ഗേഷ്യസ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട്, നീരാവിയായിട്ട് മാറ്റപ്പെടുന്നതാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ആ ബാഷ്പീകരിച്ചു പോകുന്നതായ ഗേഷ്യസ് സ്റ്റേജിലുള്ളതായ ജലം അത് മുകളിലേക്ക് ഉയർന്ന് അത് മേഘങ്ങളായിത്തീരും. ആ മേഘങ്ങളായി തീരുന്നതിന് ഉള്ളതായ കാര്യമാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഈ ബാഷ്പീകരണം സംഭവിച്ച് മുകളിലേക്ക് പോയി അത് തണുത്ത് എന്താ ചെയ്യുന്നത്? അത് ജലഗണങ്ങളായിട്ട് രൂപപ്പെടും. ഈ ജലഗണങ്ങൾ ഒന്നോടെ ക്രോഡീകരിച്ച് മേഘങ്ങളായി തീരും. ആ മേഘങ്ങളായി തീരുന്നതായ ആ പ്രോസസ്സിനെയാണ് 2-ാമത്തെ വിഷയം കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. 3-ാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ജലചക്രത്തിലെ 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ആണ്.
ആ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ വെള്ളം മേഘത്തിൽ അത് ശേഖരിക്കപ്പെട്ട് അതിന്റെ ഒരു ക്വാണ്ടിറ്റി പൂർണ്ണമായി കഴിയുമ്പോ അത് പെട്ടെന്ന് ഘനീഭവിച്ച് ഭൂമിയിലേക്ക് തന്നെ മഴയായിട്ടോ അല്ലെങ്കിൽ ഐസ് കണങ്ങളായിട്ടോ ഒക്കെ ഭൂമിയിലേക്ക് വീണ്ടും വരുന്നതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വീഴുന്നതായ ജലം നാലാമത്തെ കണ്ടീഷനിലേക്ക് മാറുകയാണ്. എന്താ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്? കുറച്ച് ജലം ഭൂമിക്ക് അടിയിലേക്ക് അത് താണ് അത് അണ്ടർ വാട്ടറായി അല്ലെങ്കിൽ അകത്ത് ഭൂമിക്ക് അടിയിൽ ശേഖരിക്കപ്പെടുന്നതായ ജലമായി മാറ്റപ്പെടും. ഒരു മേജർ ക്വാണ്ടിറ്റി ഭൂമിയുടെ ഉപരിതലത്തിൽ വീണിട്ട് അത് ചെറിയ അരുവികളായി ചില തോടുകളായി പിന്നെ നദികളായി തീർന്ന് അത് ഒഴുകി വീണ്ടും കടലിലേക്ക് പതിക്കും. അതിന് ഇൻഫിൽട്രേഷൻ ആൻഡ് റൺ ഓഫ് എന്നാണ് പറയുന്നത്. ഇൻഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വീഴുന്നതായ ഈ ജലം ഭൂമിയുടെ മണ്ണ് അത് ആഗിരണം ചെയ്തിട്ട് മണ്ണിനടിയിലേക്ക് പോയി അത് നമുക്ക് കുടിവെള്ളമായി നമ്മുടെ ബോർവെല്ലിലോ അല്ലെങ്കിൽ സാധാരണയുള്ളതായ കിണറുകളിലോ അങ്ങനെയുള്ളതായ ഇടത്ത് ശേഖരിക്കപ്പെടും. അത് നമുക്ക് ഉപയോഗയോഗ്യമായി ഭിന്നത്തതിൽ മാറുകയാണ്. മേജർ ക്വാണ്ടിറ്റി മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മേജർ ക്വാണ്ടിറ്റി അത് ഭൂമിയുടെ ഉപരിതലത്തിൽ വീണ് അരുവികളായി തോടുകളായി ഒഴുകി ഒടുവിൽ അത് കടലിലേക്ക് തന്നെ പതിക്കുന്നതായ ആ പ്രോസസ്സിനെയാണ് ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ റൺ ഓഫ് എന്ന്, ഇൻഫിൽട്രേഷൻ ആൻഡ് റൺ ഓഫ് എന്ന് പറയുന്നത്. വീണ്ടും അത് ഈ നദികളായി തീരുന്നതായ ഈ വെള്ളം വീണ്ടും ഒഴുകി കടലിലേക്ക് ചെന്ന് കടലിൽ അത് ഒന്നായി കളക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അഞ്ചാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് കളക്ഷനാണ്. ഇത് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് സഹായകമാണ്. ജലം ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ജലചക്രം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഹൈഡ്രോളിക് സൈക്കിൾ ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് സയൻസ് തെളിയിക്കുവാനിടയായി. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരുന്നതായ വേദപുസ്തകത്തിൽ ഈ പ്രോസസ്സുകളെല്ലാം അതുപോലെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. വിവിധ ഭാഗങ്ങൾ നമുക്കത് പഠിക്കുവാനായിട്ട് കഴിയും. ഒന്നാമത് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു കാര്യം 26-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ആ വാക്യം ഒന്ന് വായിക്കാം. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു, അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നത്. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു. He bindeth up the waters in his thick clouds and the cloud is not rent under them. അത് വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു, അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല. BC 1800-നോടടുത്ത് ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഒന്നും അറിയാതിരുന്നതായ കാലത്ത് ഇയ്യോബ് എന്ന ദൈവത്തിന്റെ ദാസൻ എഴുതി വെക്കുകയാണ്, വെള്ളത്തെ മേഘങ്ങളിൽ ദൈവം കെട്ടിവെക്കുകയാണ്. അതിന്റെ ഭാരം കൊണ്ട് മേഘം തകർന്നു പോകുന്നില്ല, മേഘം കീറിപ്പോകുന്നില്ല. അത് എന്തിനെയാണ് കുറിക്കുന്നത്? ശാസ്ത്രം പറഞ്ഞതായ കണ്ടൻസേഷൻ എന്നുള്ളതായ ആ വിഷയത്തെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ ചേർന്ന് വായിച്ചാൽ അവിടുന്ന് നീർത്തുള്ളികളെ 27-28 അവിടുന്ന് നീർത്തുള്ളികളെ ആകർഷിക്കുന്നു, അവന്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു, മേഘങ്ങൾ അവയെ ചൊരിയുന്നു, മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു. നീർത്തുള്ളികളെ ആകർഷിക്കുന്നു, അവിടുത്തെ ആവിയാൽ അത് മഴയായി പെയ്യുന്നു, മേഘങ്ങൾ അവയെ ചൊരിയുന്നു, മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു. പ്രസിപ്പിറ്റേഷൻ ആണത്. മഴയായി മേഘത്തിൽ നിന്ന് മഴയായി ജലം താഴേക്ക് വരുന്നതായ ആ വിഷയത്തെയാണ് ഇയ്യോബ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നീ അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അടുത്ത വാക്യം ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ
16-ാമത്തെ വാക്യം അത് എലീഹു പറയുന്നതായ കാര്യമാണ്. എലീഹു എന്താ പറയുന്നത്? മേഘങ്ങളുടെ ആക്കത്തൂക്കവും ജ്ഞാനസമ്പൂർണനായവന്റെ അത്ഭുതങ്ങളും നീ അറിയുന്നു. മേഘങ്ങളുടെ ആക്കത്തൂക്കവും എന്ന് പറയുമ്പോ ഈ ഉയർന്ന പോകുന്നതായ നീരാവി അത് കണ്ടൻസ് ചെയ്ത് മേഘങ്ങളിൽ മഴത്തുള്ളികളായി ശേഖരിക്കപ്പെടുമ്പോ അതിന്റെ വെയിറ്റ് നാം മനസ്സിലാക്കാൻ കഴിയുന്നതായ വെയിറ്റ് അല്ല. മേഘങ്ങളുടെ ആക്കത്തൂക്കം ജ്ഞാനസമ്പൂർണനായ ദൈവത്തിന്റെ അത്ഭുതങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതായ കാര്യം. അടുത്തത് 38-ാം അധ്യായത്തിന്റെ 25-27 വാക്യങ്ങൾ. നിർജ്ജന ദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും കരുസും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും ഇളം പുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് പാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ മഴ പെയ്യുന്നത് കൊണ്ടാണ് നിർജ്ജനദേശത്ത് ആൾപ്പാർപ്പില്ലാത്തതായ മരുഭൂമിയിലും തരിശും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും ഇളം പുല്ല് മുളപ്പിക്കേണ്ടതിനും ഈ ജലപ്രവാഹം, ഈ ഹൈഡ്രോളിക് സൈക്കിൾ അനിവാര്യമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ ആ സൈക്കിളിന്റെ പൂർത്തീകരണത്തിലേക്ക് ഒരു വാക്യം കൂടെ, 2 വാക്യം കൂടെ വായിച്ച് നമുക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാം. 135-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, Psalms 135:7. യഹോവ ഭൂമിയുടെ അറ്റത്തു നിന്ന് നീരാവി പൊങ്ങുമാറാക്കുന്നു. ഇവോപ്പറേഷൻ. നമ്മൾ ആദ്യം ചിന്തിച്ചത് ഇവോപ്പറേഷൻ ആണ്, ബാഷ്പീകരണം. അത് ഭൂമിയുടെ അറ്റത്തു നിന്ന് നീരാവി പൊങ്ങുമാറാക്കുന്നു. പിന്നെ അവിടുന്ന് മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു. തന്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. അടുത്തത് സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു. അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു. എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ ഹൈഡ്രോളിക് സൈക്കിളിന്റെ, ആ ജലചക്രത്തിന്റെ ആ പൂർണ്ണതയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നദികളിൽ നിന്ന് ജലം ശേഖരിക്കപ്പെട്ട് അത് ഒഴുകി കടലിലേക്ക് വീഴുന്നു. കടലിൽ അത് ശേഖരിക്കപ്പെടുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വലിയ വലിയ നദികൾ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, നൈല്, മിസോറി, മിസിസിപ്പി തുടങ്ങിയതായ വലിയ വലിയ നദികൾ, അത് ഒരു നിമിഷം എത്ര മില്യൺ കണക്കിന് ഗ്യാലനാണ് ഓരോ സെക്കൻഡിലും അത് സമുദ്രത്തിൽ വീഴിക്കുന്നത്. അത് 1-2 ദിവസമാണോ? കഴിഞ്ഞ എത്രയോ സഹസ്രാബ്ദങ്ങളായി അതിങ്ങനെ നിർത്താതെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സഹസ്രാബ്ദങ്ങളായി ഒഴുകി വീണിട്ടും ഒരു സമുദ്രവും നിറയുന്നില്ല. ദൈവത്തിന്റെ സൃഷ്ടിയുടെ അത്ഭുതകരമായ ആ പരിപാലനവും അത്ഭുതകരമായ ആ നടത്തിപ്പുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സമുദ്രത്തിന്റെ ലെവല് കൂടിയിട്ടുണ്ടോ? സമുദ്രത്തിന്റെ ലെവല് കൂടിയിട്ടില്ല. ഇത്രയധികം ജലം, എത്രയോ ആയിരക്കണക്കിന് നദികൾ ഒരു സമുദ്രത്തിലേക്ക് ഒഴുകിച്ചെന്നാലും ആ സമുദ്രം നിറയുന്നില്ല. വീണ്ടും അത് ബാഷ്പീകരിച്ച് മുകളിൽ ചെന്ന് മേഘമായി മാറി, ആ മേഘം ഘനീഭവിച്ച് വീണ്ടും മഴയായി തീർന്ന് വീണ്ടും ഭൂമിയിലേക്ക് വന്ന് നദികളുടെ ഉത്ഭവസ്ഥാനത്തേക്ക് തന്നെ വീണ്ടും കടന്നു പോകുന്നതായ അനുഭവം. ഈ വെള്ളം അല്ലെങ്കിൽ ഈ ജലം ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് നമുക്ക് തുടർമാനമായി കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഈ ഭൂമിയിൽ എന്ത് കാണില്ലായിരുന്നു?
ജീവാംശം കാണുകയില്ലായിരുന്നു. അപ്പൊ ആ ജീവാംശത്തിന് വേണ്ടി ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇതിനെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. അത് വേദപുസ്തകം അത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ പറഞ്ഞു എങ്കിലും അത് മനസ്സിലാക്കേണ്ടതിന് മനുഷ്യരാശിക്ക് കഴിഞ്ഞത് ശാസ്ത്രം പുരോഗമിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പോ ഇതിലൊന്നിലും തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിലൊന്നിലും തന്നെ വേദപുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ അത് മണ്ടത്തരമാണെന്നോ അത് ബുദ്ധിശൂന്യതയാണെന്നോ അത് മിഥ്യയാണെന്നോ ലോകത്തിലെ ഒരു പണ്ഡിതനും ഒരു ശാസ്ത്രജ്ഞനും ഒരു വിദ്വാനും പറയുവാൻ കഴിയാത്ത രീതിയിൽ പെർഫെക്ഷനോട് കൂടിയുള്ളതാണ് നമ്മുടെ തിരുവചനം. നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം അത് വചനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് 8ാമത്തെ വിഷയത്തിലേക്ക് ഒന്ന് പോകാം. 8ാമത്തെ വിഷയം പറയുന്നത് എല്ലാ ജീവികളും അതാതിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ്. വായിക്കാം നമുക്ക്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ ചലിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതികളെയും സൃഷ്ടിച്ചു. അതത് തരം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് അതിൻ്റേത് മാത്രമേ പുറപ്പെടുകയുള്ളൂ. നീലത്തിമിംഗലത്തിൽ നിന്ന് നീലത്തിമിംഗലം മാത്രമേ വരികയുള്ളൂ. ആമയിൽ നിന്ന് ആമ മാത്രമേ ജനിക്കുകയുള്ളൂ. മത്തിയിൽ നിന്ന് മത്തി മാത്രമേ ജനിക്കുകയുള്ളൂ. നെയ്മീനിൽ നിന്ന് നെയ്മീൻ മാത്രമേ ജനിക്കുകയുള്ളൂ. അതത് തരം പ്ലാവിന്റെ വിത്ത് അല്ലെങ്കിൽ ചക്കക്കുരു നട്ടാൽ ഒരിക്കലും മാവ് കിളിക്കുകയില്ല, പ്ലാവ് മാത്രമേ കിളിക്കുകയുള്ളൂ. ഒരു തേങ്ങ നട്ടാൽ തെങ്ങേ കിളിക്കുകയുള്ളൂ. നെല്ല് വിതച്ചാൽ നെല്ല് മാത്രമേ വളർന്നു പോകുകയുള്ളൂ. ഓരോ വിത്തിൽ നിന്നും അതതു തരം സസ്യങ്ങളും ഓരോ ജീവജാലങ്ങളിൽ നിന്നും അതതു തരം ജീവജാലങ്ങളുമാണ് പുറപ്പെടുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ആദ്യമേ എഴുതി വച്ചിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടതിനു വേണ്ടി എല്ലാം നശിപ്പിക്കുന്നതായ വേളയിൽ ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്താ ദൈവം പറഞ്ഞത്? നോഹയോട് പറഞ്ഞൊരു കാര്യം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. സകല ജീവികളിൽ നിന്നും സർവ്വജലത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായി സകല ജീവജന്തുക്കളിൽ നിന്നും ഈരണ്ടിനെ പെട്ടകത്തിൽ കയറ്റണം. കാരണം ഈ ജലപ്രളയം കഴിഞ്ഞ് സകല ജീവജാലങ്ങളും കരയിലുള്ളതായ ആകാശത്തുള്ളതായ പർവ്വജാതികളും കരയിലുള്ളതായ ജീവജന്തുക്കളും നശിക്കുമ്പോൾ ജലപ്രളയത്തിന് ശേഷം ഇതേ വംശങ്ങൾ അത് ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി ഉണ്ടായാൽ പോരാ. പിന്നെയോ അതതു തരം ജീവജാലങ്ങളിൽ നിന്ന് വേണം അതിന്റെ തലമുറകൾ ഉണ്ടാകാൻ, അതിന്റെ പിന്തുടർച്ച ഉണ്ടാകുവാൻ. അതുകൊണ്ട് നോഹയോട് പറഞ്ഞു, നോഹയെ നീ പെട്ടകത്തിൽ കയറുമ്പോ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും അതിന്റെ റീപ്രൊഡക്ഷൻ ഉണ്ടാകേണ്ടതിനു വേണ്ടി ഓരോന്നിൽ നിന്നും ആണും പെണ്ണുമായി ഈരണ്ടിനെ നീ പെട്ടകത്തിലേക്ക് കടത്തണം. അതിന്റെ അർത്ഥം എന്താണ്? അത് ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് അതതു തരം ജന്തുക്കളും അതതു തരം സസ്യങ്ങളും മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുവാനായിട്ട് കാരണമെന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട് കേട്ടോ. ഏതാണ്ട് BC 350 അരിസ്റ്റോട്ടലിന്റെ കാലത്ത് ഉണ്ടായിരുന്നൊരു തിയറി ഉണ്ട്. അരിസ്റ്റോട്ടലിന്റെ കാലത്തുണ്ടായിരുന്ന തിയറി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയാണ്. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്ന് പറഞ്ഞാൽ
ജീവൻ അത് സ്വയം ഉളവായി വരുന്നു എന്നുള്ളതായ ഒരു കൺസെപ്റ്റ് അന്നുണ്ടായിരുന്നു എന്ന് BC 350 കാര്യമാണ്. അത് ചിന്തിച്ചിരുന്നത് ജീവാംശങ്ങളെല്ലാം സ്വയമേ ഉണ്ടായി വരുന്നു എന്നാണ്. ഉദാഹരണമായിട്ട് അവർ പറഞ്ഞെന്താണെന്നറിയാമോ? ഉദാഹരണമായിട്ട് അവർ പറഞ്ഞിരുന്നതായ കാര്യം, ഈ പൊടിയിൽ നിന്നുളവാകുന്നതായ ജീവജാലങ്ങളുണ്ട്. അതുപോലെ ഡീക്കയായി പോകുന്ന ചീഞ്ഞു കിടക്കുന്നതായ ഓർഗാനിക് ഐറ്റംസിൽ നിന്ന് പുഴുക്കളൊക്കെ സ്വയമേവ ഉണ്ടാകുന്നതാണ്. അതിൽ നിന്നുണ്ടായി വരുന്നതാണ് ചെറിയ ചെറിയ ജീവികൾ. അതുപോലെ വലിയ തടാകത്തിലെയും കുളത്തിലെയും ചെടിക്കുണ്ടിൽ നിന്ന് തവളകൾ സ്വയമേവ ഉണ്ടാകി വരുന്നതാണ്. സമുദ്രങ്ങളിലെ ജീവജാലങ്ങളിൽ പലതും ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ളതായ സസ്യങ്ങളിൽ നിന്ന് അത് വെള്ളത്തിലേക്ക് അഴുകിച്ചേരുമ്പോ അതിൽ നിന്നുണ്ടായി വരുന്നതാണ് എന്ന് പറഞ്ഞ് ആ ജീവജാലങ്ങളെല്ലാം സ്വയമേവ ഉണ്ടായി വരുന്നു എന്നുള്ളതായ ഒരു തിയറി അന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. BC 350 ഒരു തിയറിയാണ്. അത് ദീർഘകാലം അതിൽ വിശ്വസിക്കുന്നതായ ഒരു വലിയ ജനവിഭാഗം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം 1862 ലൂയി പാസ്റ്റർ എന്ന് പറയുന്നതായ പെൻസിലിൻ കണ്ടുപിടിച്ചതായ ആ മഹാശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒന്നും ഉളവായി വരുന്നില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് ജീവൻ ഉളവായി വരുന്നില്ല, ഓരോന്നിൽ നിന്നും അതത് തരം മാത്രമേ ഉളവായി വരുന്നുള്ളൂ എന്ന് അദ്ദേഹം അത് തെളിയിക്കുവാനായിട്ടിടയായി. 1865 ജോഹൻ മെൻഡൽ എന്ന് പറയുന്നതായ സയന്റിസ്റ്റ് അത് ശക്തമായി അത് തെളിയിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ അതത് തരം വിത്തിൽ നിന്ന് അതത് തരം ജീവജാലങ്ങളിൽ നിന്ന് അതിൻ്റെതായ നിലയിൽ ഉളവായി വരുന്നു എന്ന് എഴുതിയിരുന്നതായ കാര്യം എത്രയോ വർഷങ്ങൾ അതിനെതിരായി വിശ്വസിക്കപ്പെട്ടിരുന്നു, അതിനെതിരായി കരുതപ്പെട്ടിരുന്നു. എന്നാൽ ശാസ്ത്രം വളർന്നു കഴിഞ്ഞപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകുന്നില്ല. ആ ലൈഫിന്റെ ഉറവിടമെന്ന് പറയുന്നത് ദൈവം നൽകിയതായ ആദ്യം സൃഷ്ടിച്ചതായ സൃഷ്ടിയിൽ നിന്ന് തന്നെയാണ് എന്ന് തെളിയിക്കപ്പെടുവാനിടയായി തീർന്നു എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു വലിയ കാര്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമുക്ക് തുടർന്ന് ചിന്തിപ്പാനായിട്ട് കഴിയുന്നതായ ആ രീതിയിൽ ചിന്തിപ്പാനായിട്ട് കഴിയുന്നതായ ഒത്തിരി വിഷയങ്ങളുണ്ട്. ആ സ്പോണ്ടേനിയസിന്റെ കാര്യത്തിൽ ചിന്തിക്കുമ്പോ ഡീറ്റെയിൽസ് ഒത്തിരി ഉണ്ട്. എങ്കിലും ഞാന് സമയം ഒത്തിരി ആകുമെന്നുള്ളത് കൊണ്ട് അടുത്ത പോയിന്റിലേക്ക് കടക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് തൽക്കാലം അത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് വിടുകയാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ് ഫാക്ട്സ് ഇൻവോൾവ് ഇൻ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. ആരോഗ്യപരമായും ശുദ്ധീകരണപരമായും വേദപുസ്തകം പറയുന്നതായ കാര്യങ്ങളും ആധുനിക ലോകം പറയുന്നതായ വിഷയങ്ങളും തമ്മിലുള്ളതായ ബന്ധമാണ് നാം ഇനിയും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്താണത്? അത് അസുഖങ്ങളോടുള്ളതായ ബന്ധത്തിലാണ്. അസുഖങ്ങളുള്ളതായ ബന്ധത്തിൽ നമുക്കറിയാം, യഹോവയായ ദൈവം മോശയ്ക്ക് പ്രമാണം കൊടുക്കുമ്പോ ആ ശാരീരിക ശുദ്ധിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾക്കും വേണ്ടി വളരെയധികം നിയമങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ന്യായപ്രമാണം നമ്മൾ നോക്കിയാൽ 613 കൽപ്പനകൾ യഹോവയായ ദൈവം തന്റെ ജനമായ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനെ നമുക്ക് പ്രധാനമായും 4 വിഭാഗങ്ങളായി തിരിച്ചാൽ, ഒന്നാമത് ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ കൊടുക്കുന്നതായ ആ മോറൽ ലോസ് ആണ്. രണ്ടാമത് പാർക്കുന്നതായ ഇടത്ത് ഉള്ളതായ നിയമങ്ങൾക്കനുസരിച്ച് അതാതു രാജ്യത്ത് അതാതു സംസ്കാരത്തിന്
ആനുപാതികമായി അനുസരിക്കേണ്ടതായ നിയമങ്ങളുണ്ട്. അത് സിവിൽ ലോസ് ആണ്. മൂന്നാമത് ആരാധനാ സംബന്ധമായ നിയമങ്ങളാണ്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ശുദ്ധീകരണ നിയമങ്ങളാണ്. ശുദ്ധീകരണ നിയമത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും അവന്റെ രോഗം വരാതെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയുള്ളതായ ക്രമീകരണങ്ങളും അഥവാ രോഗം വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളതായ വിഷയങ്ങളും അടങ്ങുന്നതായ ഒരു കൂട്ടം നിയമങ്ങളുണ്ട്. അതാണ് ഹെൽത്ത് ലോസ്, അല്ലെങ്കിൽ ആരോഗ്യപരമായ ശുചീകരണപരമായ നിയമങ്ങൾ എന്ന് പറയുന്നത്. യഹൂദന്മാർ ഈ 63 കൽപ്പനകളും ഒരുപോലെ ആചരിക്കണമെന്നുള്ളതാണ് മോശ അവരോട് പറഞ്ഞത്. പക്ഷെ അവർ ആചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വേറൊരു വിഷയമാണ്. അത് ആചരിക്കുവാനായി അവർ മനസ്സ് വെക്കുന്നിടത്തോളം അതുപോലെ ആരോഗ്യമുള്ള, അതുപോലെ വൃത്തിയുള്ള, അതുപോലെ ശാരീരിക ക്ഷമതയുള്ളതായ ഒരു ജനത ഈ ലോകത്തിൽ വേറെയില്ല. കാരണം ദൈവം അവർക്ക് കൊടുത്തതായ നിയമങ്ങൾ എന്ന് പറയുന്നത് അതുപോലെയുള്ളതായ വളരെ കൃത്യമായ നിയമങ്ങളാണ്. അപ്പോ അസുഖത്തെ സംബന്ധിക്കുന്നതായ നിയമങ്ങളുള്ളതായ ബന്ധത്തിൽ മോശയ്ക്ക് പ്രമാണം കൊടുക്കുവാനായിട്ടിടയായി. മോശ നമുക്കറിയാം, മോശ ജീവിച്ചത് എവിടെയാണ്? മോശ ജീവിച്ചത് മിസ്രൈമിലാണ്. മിസ്രൈമിൽ ആ കാലത്ത് രോഗങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചുള്ളതായ ആരോഗ്യപരമായ റിസർച്ചുകളോ അങ്ങനെയുള്ളതായ കാര്യങ്ങളോ ഇല്ലാതിരുന്നതായ കാലത്ത് മിസ്രൈമിൽ ഈ വൈദ്യശാസ്ത്രപരമായ അല്ലെങ്കിൽ ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി അവര് ഫേമസ് ആയ ഒരു എഴുത്തവർക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ബുക്ക് അവർക്കുണ്ടായിരുന്നു. മെഡിക്കൽ ബുക്ക് എന്ന് തന്നെ ഞാൻ പറയാം. മെഡിക്കൽ ബുക്ക് അവർക്കുണ്ടായിരുന്നു. അതിന്റെ പേര് പാപ്പറസ് ഏബേഴ്സ് എന്ന് പറയുന്നതാണ് അതിന്റെ പേര്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അത് ഒത്തിരി അന്ധവിശ്വാസങ്ങളും ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്തതുമായ വിശ്വസിക്കുവാൻ കഴിയാത്തതായ അല്ലെങ്കിൽ പിൻപറ്റുവാൻ കഴിയാത്തതായ വിഷയങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതപ്പെട്ടതായ ഒരു ഗ്രന്ഥമാണ് ഈ പാപ്പിറസ് എബേഴ്സ് എന്ന് പറയുന്നതായ അവരുടെ മെഡിക്കൽ ഗ്രന്ഥം. ആ മെഡിക്കൽ ഗ്രന്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മിക്കവാറും എല്ലാ രോഗങ്ങളും അത് സൗഖ്യമാക്കുന്നതിന് വേണ്ടി വളരെ കിരാതമായ എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്തതായ കാര്യങ്ങളാണ് അവർ മെഡിക്കൽ അവരുടെ രോഗനിവാരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടിയോ അവരുപയോഗിച്ചിരുന്നത്. ഒരു കിളവിക്കഥ പോലെ നമുക്ക് അത് തോന്നുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുസരിച്ച് അത് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപക്ഷെ അറപ്പുളവാകും. അത് പറഞ്ഞതനുസരിച്ച് പല്ലിയുടെ ചോര, അതുപോലെ പന്നിയുടെ പല്ല്, പിന്നെ അഴുകി ദ്രവിച്ചുകൊണ്ടിരിക്കുന്നതായ ജന്തുക്കളുടെ മാംസപിണ്ഡം, പന്നികളുടെ ചെവിയിൽ നിന്നെടുക്കുന്നതായ ജലാംശം, ഇങ്ങനെയുള്ളതായ പിന്നെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും വിസർജ്യ പദാർത്ഥങ്ങൾ, ഇതൊക്കെ വിവിധ രീതിയിൽ അവർ രോഗനിവാരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതായി ആ പാപ്പിറസ് ഏബേഴ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് നിലവിലിരുന്നതായ, അന്ന് ലോകത്തെ അടക്കി ഭരിച്ചിരുന്നതായ ഒരു സാമ്രാജ്യം എന്നുള്ളതായ നിലയിൽ ഈ ചികിത്സാ വിധികളൊക്കെ അന്ന് ലോകത്തൊക്കെ പ്രചാരത്തിലും ഇരുന്നു എന്നുള്ളതാണ് ശരി. മോശയെ സംബന്ധിച്ച് മോശ 40 വയസ്സുവരെ ആ കൊട്ടാരത്തിൽ വളർന്നവനാണ്. മോശയെ സംബന്ധിച്ച് ഈ മെഡിക്കൽ ലൈനെല്ലാം വളരെ കൃത്യമായി മോശയ്ക്കറിയാം. മോശ ഒരുപക്ഷെ തന്റെ 40-ാമത്തെ വയസ്സുവരെ അതൊരുപക്ഷെ അവന്റെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്തു എന്ന് വന്നേക്കാം, എനിക്കറിയില്ല, അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ മിസ്രൈമിൽ പരക്കെ നിലവിലിരുന്നതായ ഒരു ചികിത്സാ സമ്പ്രദായത്തിന്റെ വിവിധ രീതികളാണ് ഞാൻ പറഞ്ഞത്.
അങ്ങനെയെങ്കിൽ അന്ന് ജീവിച്ചിരുന്നതായ ആ വിദ്യാസമ്പന്നരിൽ അഗ്രഗണ്യനായിരുന്നതായ മോശയ്ക്ക് ഇതിനെപ്പറ്റി നല്ലവണ്ണം അറിവുണ്ടായിരുന്നു. പക്ഷേ മോശ യഹോവയായ ദൈവത്തിന്റെ ശബ്ദം കേട്ട് താൻ ഇസ്രായേൽ ജനത്തിന്റെ നായകനായി ഇസ്രായേലിനെ പുറപ്പെടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ജനത്തിന് എന്താണ് ആവശ്യമെന്നും അവർ രോഗം വരാതെ സൂക്ഷിക്കേണ്ടതിന് അവരെന്തെല്ലാം ചെയ്യണമെന്നും രോഗം വന്നാൽ എന്താണ് പ്രതിവിധി എന്നുള്ള കാര്യം യഹോവയായ ദൈവം മോശയോട് പറഞ്ഞപ്പോ മോശയുടെ അറിവിലുള്ളതായ ഒരു കാര്യവും ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ആ ന്യായപ്രമാണത്തിൽ എഴുതി ചേർത്തില്ല. എന്ന് പറഞ്ഞാൽ ജനത്തിന് അത്യാവശ്യമായി തന്റെ ശരീരത്തിന് വേണ്ടതായ സകല പരിചരണങ്ങളും രോഗം വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സയ്ക്ക് ആവശ്യമായ കാര്യങ്ങളും, ഒരുപക്ഷെ പകർച്ചവ്യാധികൾ വന്നാൽ അത് മറ്റൊന്നിലേക്ക് പകരാതെ വണ്ണം എങ്ങനെ സൂക്ഷിക്കണമെന്നും ന്യായപ്രമാണത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ടേ കഴിയും. അതിനനുസരിച്ച് ഉള്ളതായ കാര്യങ്ങൾ ലേവ്യ പുസ്തകത്തിൽ അടുക്കും ചിട്ടയോടും കൂടെ വായിക്കുമ്പോ നമുക്ക് പടിപടിയായി അതിനെ കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് കുഷ്ഠരോഗത്തെ കുറിച്ച് അതിന്റെ പ്രതിവിധി എന്താണെന്നും കുഷ്ഠരോഗത്തിന്റെ ലക്ഷണം എന്താണെന്നും കുഷ്ഠരോഗത്തിന്റെ ലക്ഷണം കാണുന്നവനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നും പിന്നെ അത് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കുവാൻ എന്തൊക്കെ പ്രീകോഷൻസ് ആണ് എടുക്കേണ്ടത് എന്നും അന്ന് ലേവ്യ പുസ്തകത്തിൽ ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതായ ലേവ്യ പുസ്തകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് 1800 അടുത്ത നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നതായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മാക്മില്ലൻ എന്നാണ്. ഒരു റിസർച്ച് സ്കോളർ അല്ല എങ്കിലും അദ്ദേഹം വേദപുസ്തക സംബന്ധമായി രോഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രവുമായി ചേർത്ത് അദ്ദേഹം ഒരു പുസ്തകം എഴുതുവാനായിട്ടിടയായിട്ട് തീർന്നു. അതിനകത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്നതായ കാര്യങ്ങളുടെ വിവരണം വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ അത്ഭുതകരമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അനുസരിച്ച് കുഷ്ഠരോഗം എങ്ങനെയാണ് വരുന്നത് എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവരുടെ ഈ പാപ്പറസ് എബേസ് എന്ന് പറയുന്നതായ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് കുഷ്ഠരോഗം വരുന്നത്. കുഷ്ഠരോഗം വരാനുള്ളത് കാരണം ചൂട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സ്പൈസസ്, വിഭിന്നമായ സ്പൈസസ് നമ്മൾ കൺട്രോൾ ഇല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. പല കാരണങ്ങളാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊരു കാരണം ഗൃഹങ്ങൾ തമ്മിൽ അകാരണമായി ബന്ധപ്പെടുന്നത് കൊണ്ടാണ് ഈ കുഷ്ഠരോഗം പോലുള്ളതായ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് എന്ന് ആ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യന് കൺട്രോൾ ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ആ ദേശത്ത് മൊത്തം ഇത് വളർന്നു പിടിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ഇതിനൊരു നിവാരണമില്ല എന്ന് അത് അന്ന് മുതലേ വിശ്വസിച്ചിരുന്നതായ കാര്യമാണ്. എന്നാൽ ഇന്ന് ലോകത്ത് മുഴുവനായി അങ്ങനെയുള്ളതായ രോഗങ്ങളെ തുടച്ചു മാറ്റിയത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെങ്ങനെയാണ് സംഭവിച്ചത്? വൈദ്യശാസ്ത്രത്തിന് അല്ലെങ്കിൽ അന്നത്തെ ശാസ്ത്ര ലോകത്തിന് ഇത് നിയന്ത്രിക്കുവാൻ കഴിയാതെ വന്നപ്പോ ക്രിസ്തീയ ലോകം അതെന്ത് ചെയ്തു? ആ വിഷയം അവരേറ്റെടുക്കുവാനിടയായി. അവരേറ്റെടുത്തത് ഏതിന്റെ വെളിച്ചത്തിലാണ്? വേദപുസ്തകത്തിൽ നമ്മുടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ മോശയിക ന്യായപ്രമാണത്തിന്റെ ബേസിൽ ആ വിഷയം അവരേറ്റെടുക്കുവാനിടയായി. അതനുസരിച്ച് കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ക്വാറന്റൈൻ ചെയ്യണമെന്ന്
മോശ രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാര്യം. പാളയത്തിന് പുറത്ത് എന്ത് ചെയ്യണം? 7 ദിവസം അടച്ചിടണം. എന്നിട്ട് അവന്റെ ത്വക്കിന്മേലുള്ളതായ വടു കുഷ്ഠരോഗമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പാളയത്തിൽ പ്രവേശിപ്പാൻ കഴിയാത്ത വിധത്തിൽ അവനെ പാളയത്തിൽ നിന്ന് പുറത്താക്കി അവനെ ക്വാറന്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഏകാന്തമായി അവനെ പാർപ്പിക്കണം. എന്ത് സംഭവിക്കും? അതിന് വേണ്ടതായ ചികിത്സകൾ വേറെയുണ്ട്. അങ്ങനെ ക്യാമ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ പാളയത്തിൽ നിന്ന് പുറത്താക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അത് പടർന്നു പിടിക്കുവാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ നിയന്ത്രണ വിധേയമായി തീരും. മാക്മില്യൻ പറഞ്ഞതായ കാര്യം ഇതാണ്. മില്യൺസ് ഓഫ് ആൾക്കാര് ഇതനുസരിച്ച് മരിക്കുവാനായിട്ടിടയായി. പക്ഷേ അന്ന് അവർ വേദപുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലേക്ക് നോക്കിയിരുന്നുവെങ്കിൽ ഈ രോഗത്താൽ മരിച്ചതായ മില്യൺ കണക്കിനുള്ളതായ ആൾക്കാരെ രക്ഷിക്കാമായിരുന്നു എന്നാണ് മാക്മില്യൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മനുഷ്യന്റെയും മൃഗങ്ങളുടെയും വിസർജ്യങ്ങൾക്ക് അവര് പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒരു ശുദ്ധീകരണത്തിനുള്ളതായ ക്രമീകരണമൊന്നും പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്നില്ല. അവരെന്താ ചെയ്യാന്നറിയാമോ? തുറസായ സ്ഥലങ്ങളിൽ അധികം ആൾക്കാർ പാർക്കാത്ത അല്ലെങ്കിൽ സഞ്ചാരമില്ലാത്തതായ സ്ഥലങ്ങളിലേക്ക് ഈ വിസർജ്യങ്ങൾ വളരെ ക്വാണ്ടിറ്റിയോടെ കൊണ്ട് പുറന്തള്ളും. അങ്ങനെ പുറന്തള്ളുമ്പോ ദേശം മുഴുവനും ദുർഗന്ധത്താൽ അശുദ്ധിയാൽ വ്യാപിപ്പാനായിട്ടിടയാ. അങ്ങനെ പകർച്ചവ്യാധികൾ പിടിക്കുവാനായിട്ടിടയായി. ഡിസെൻട്രി, കോളറ, ടൈഫോയിഡ് മുതലായ പകർച്ചവ്യാധികളാൽ എണ്ണിക്കൂടാതെ വണ്ണം എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ആൾക്കാർ മരണപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നു. അവര് മാക്മില്യൻ പറഞ്ഞതായ ഒരു കാര്യം, അവര് ജസ്റ്റ് തിരുവചനത്തിലേക്ക് നോക്കിയിട്ട് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതായ ഒരു വാചകം മാത്രം അവർ ഹൃദയത്തിൽ കരുതിയിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ പാളയത്തിൽ പാർക്കുന്നതായ നിങ്ങൾ വിസർജ്യത്തിന് പോകുമ്പോ കയ്യിലൊരു പാരയുമായി ചെന്ന് കുഴി കുഴിച്ച് ആ കുഴിക്കകത്ത് നിങ്ങൾ വിസർജ്യം മൂടിക്കളയണം എന്ന് പറഞ്ഞതായ ആ നിയമം അവർ മനസ്സിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതായ രോഗം മാറുമായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്താണ് നമുക്കത് മനസ്സിലായത്. വൈദ്യശാസ്ത്രത്തിലും പുറത്ത് യാത്ര ചെയ്യുന്നവരും കയറി വരുമ്പോ അവര് കൈയും കാലും മുഖവും ശരിക്ക് ശുദ്ധിയാക്കിയിട്ട് മാത്രമേ ഭവനങ്ങളിലേക്ക് കിടക്കാവെന്നും തമ്മിലുള്ളതായ ബന്ധം പുലർത്താവൂ എന്നുള്ള കാര്യം നമുക്ക് ഈ അടുത്ത കാലത്ത് കോവിഡ് വന്നപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലായത്. പണ്ട് കാലത്ത്, അതായത് ഈ ശാസ്ത്രലോകം വളർന്നപ്പോഴും ഡോക്ടർമാർ തങ്ങളുടെ ചികിത്സകൾ കഴിഞ്ഞ് കൈ കഴുകുന്നതായ കാര്യത്തിൽ അല്ലെങ്കിൽ ശുദ്ധിയാക്കുന്നതായ കാര്യത്തിൽ അത്ര സ്ട്രിക്ട്നെസ് കാണിച്ചിരുന്നില്ല. പക്ഷേ ന്യായപ്രമാണത്തിൽ കാലും വെളിയിൽ നിന്ന് അകത്തേക്ക് വരുമ്പോ ആ ഭവനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ കാലും കൈയും മുഖവും കഴുകിയിട്ട് മാത്രമേ കയറാവൂ എന്ന് തിരുവചനം വളരെ വ്യക്തമായി ശുദ്ധീകരണ നിയമങ്ങൾ പറയുമ്പോൾ എല്ലാ യഹൂദന്മാരുടെയും ഭവനത്തിന്റെ എൻട്രൻസിൽ അല്ലെങ്കിൽ ഭവനത്തിന്റെ ആ പ്രവേശന കവാടത്തിങ്കൽ കൽഭരണികൾ, ശുദ്ധിയാക്കിയതായ കൽഭരണികളിൽ വെള്ളം വെച്ചിരുന്നു. എന്തിനു വേണ്ടി? വെളിയിൽ നിന്നൊരുവൻ വന്നാൽ അവന്റെ കാല് കഴുകി, അവന്റെ കൈയും കഴുകി, അവന്റെ മുഖവും കഴുകിയിട്ട് മാത്രമേ അവന് അകത്ത് കയറാവൂ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, നമ്മൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കൈ കഴുകാറുണ്ട്, അത് വേണം. ഭക്ഷണത്തിന് മുമ്പ് എത്രത്തോളം അശുദ്ധീകരണം ആചരിക്കുമെന്ന് മലയാളികളായ നമ്മൾ ഒരുപക്ഷെ അതിന് അല്പ സ്ട്രിക്ട്നെസ് കൊടുക്കുന്നവരാണെങ്കിലും പാശ്ചാത്യ ലോകത്ത് അങ്ങനെയുള്ളവർ വളരെ അപൂർവമാണ്. ഭക്ഷണത്തിന് മുമ്പ് അവർ കൈ കഴുകണമെന്നുള്ളത് യഹൂദന്മാരുടെ ഒരു സ്ട്രോങ് ആയ നിയമമാണ്. അത് സാധാരണ കഴുകുന്നത് പോലെ നമ്മൾ പൈപ്പിന്റെ ചൂട്ടിൽ കൊണ്ടുവച്ച് കൈ വെറുതെ ഞെരടി കഴുകുന്നതായ ആ അനുഭവമല്ല. പിന്നെ എങ്ങനെയാണ് അവർ കൈ കഴുകുന്നത്?
അവര് കൈ കഴുകുന്നത് കൈയുടെ മുട്ടിന് മുകളിൽ വെച്ച് 6 പ്രാവശ്യം അവർ മുകളിൽ നിന്ന് താഴേക്ക് അവർ കൈ കഴുകും. എന്നിട്ട് 7-ാം പ്രാവശ്യം താഴെ നിന്ന് മുകളിലേക്ക് 7-ാം പ്രാവശ്യം കഴുകി. അങ്ങനെയാണ് അവർ കൈകളെ ശുദ്ധമാക്കുന്നത്. ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കൈകൾ ശുദ്ധമാക്കുന്നില്ല എന്ന് ശിഷ്യന്മാർ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ശിഷ്യന്മാരെ കുറിച്ച് കർത്താവിനോട് പരീശന്മാർ പരാതി പറഞ്ഞത്. നിന്റെ ശിഷ്യന്മാർ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ഇത് മോശയുടെ ന്യായപ്രമാണത്തിന് എതിരാണ് എന്നവർ ചൂണ്ടിക്കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആ ശുദ്ധീകരണ നിയമം യഹോവയായ ദൈവം ജനത്തിന് കൊടുത്തതായ നിയമം ഇന്ന് ശാസ്ത്രലോകം എത്ര പെർഫെക്റ്റ് ആണ് എന്ന് അത് പറഞ്ഞിരിക്കുകയാണ്. പല രോഗങ്ങളും ഒഴിവാക്കുവാൻ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ അഫക്റ്റ് ചെയ്യുന്നതായ പല രോഗങ്ങളും ഒഴിവാക്കുവാൻ ഇതൊരു പ്രിവെൻഷനായി ഈ ശുദ്ധീകരണ പ്രക്രിയ നാം ചെയ്യുന്നു എങ്കിൽ വളരെ നന്നായിരിക്കും. അത് തിരുവചനത്തിന്റെ ഒരു പ്രമാണവും കൂടിയാണ്. അപ്പോ ഹെൽത്ത് വൈസ് ശുദ്ധീകരണ രീതിയും ഹെൽത്ത് വൈസും അത് വളരെ സ്ട്രിക്റ്റ് ആയി നമുക്ക് തിരുവചനത്തിലുള്ളതായ കാര്യങ്ങൾ ഇന്ന് അത് ഒരിക്കലും അത് മണ്ടത്തരമാണെന്നോ അല്ലെങ്കിൽ അതിനകത്ത് വെറുതെ എഴുതി വെച്ചേക്കുകയാണെന്നോ പറയുവാൻ കഴിയാത്ത വിധത്തിൽ ആഴമായ സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് നമ്മൾ വന്നത് രോഗത്തെ കുറിച്ചാണ്, സാനിറ്റേഷനെ കുറിച്ചാണ്. മൂന്നാമത് യഹൂദന്മാരുടെ സർക്കംസിഷൻ അല്ലെങ്കിൽ അഗ്രചർമ്മ ഛേദനത്തെ കുറിച്ചാണ്. യഹൂദന്മാർക്ക് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി പരമ്പരകളിൽ പുരുഷന്മാരെല്ലാം എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. ഈ പരിച്ഛേദന എന്നുള്ളതായ കാര്യം ശാസ്ത്രീയമായി വളരെ പ്രയോജനമാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നതായ വിഷയങ്ങളുണ്ട്. അത് നമുക്കത് കാണുവാനായിട്ട് അറിയുവാനായിട്ട് കഴിയും. അതും മാക്മില്യൻ പറഞ്ഞിരിക്കുന്നതായ കാര്യമാണ്. ഇത് 1946 നവംബർ മാസത്തിൽ അമേരിക്കയിൽ നിന്ന് മെഡിക്കൽ അസോസിയേഷന്റെ ലിസ്റ്റിൻ പ്രകാരം ഇറങ്ങിയതായ ഒരു ജേർണലുണ്ട്. ആ ജേർണലിനകത്ത് ആ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതായ കാര്യം അഗ്രചർമ്മം അല്ലെങ്കിൽ പരിച്ഛേദന എന്ന് പറയുന്നത് പുതിയ ന്യൂബോൺ ബേബിയെ സംബന്ധിച്ച് വളരെ അഡ്വൈസബിൾ ആണ്. ആ വളരെ അഡ്വൈസബിൾ ആകാനുള്ളതായ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു വലിയ റിസർച്ചിന്റെ ഫലമായിട്ടാണത് രേഖപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നത്. എന്താണെന്ന് ചോദിച്ചാൽ യഹൂദ സ്ത്രീകളിൽ അവരുടെ ആരോഗ്യപരമായ വിഷയത്തിലാണ്. അതിന് യഹൂദ സ്ത്രീകളെ പൊതുവിൽ അവര് പരീക്ഷണ വിധേയമാക്കിയപ്പോ മനസ്സിലായ ഒരു കാര്യം, സെർവിക്കൽ ക്യാൻസർ ഈ യഹൂദ സ്ത്രീകളുടെ ഇടയിൽ വളരെ അപൂർവമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ടിടയായി. സെർവിക്കൽ ക്യാൻസർ സ്ത്രീകളുടെ ഇടയിൽ യഹൂദ മറ്റുള്ളവരെ അപേക്ഷിച്ച്, മറ്റുള്ള ജെന്റൈൽസിനെ അപേക്ഷിച്ച് അവരുടെ ഇടയിൽ കേവലം തുച്ഛമായ പെർസെന്റേജ് ആണെന്ന് മനസ്സിലാക്കുവാനായിട്ടിടയായി. അതിനുള്ള കാരണം അത് അവര് സെർച്ച് ചെയ്തപ്പോ അന്വേഷിച്ചപ്പോൾ മനസ്സിലായതായ കാര്യം അത് സർക്കംസിഷനോടുള്ളതായ ബന്ധത്തിലാണ്. ആ ഒരു അഡ്വാൻറ്റേജ് സ്ത്രീകൾക്ക്, യഹൂദ സ്ത്രീകൾക്ക് ലഭിച്ചു എന്നത് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതിന് പിന്നിൽ അവരുടെ ആരോഗ്യപരമായ പരിരക്ഷയാണ് എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടാമത് 8-ാം ദിവസം തന്നെ പരിച്ഛേദന ഏൽപ്പിക്കണമെന്ന് പറയുവാനായിട്ടിടയായി. യഹോവയായ ദൈവം എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഭവനത്തിൽ ജനിക്കുന്നതായ ആൺകുഞ്ഞുങ്ങളെയൊക്കെയും 8-ാം ദിവസം പരിച്ഛേദന ഏൽപ്പിക്കണം. 8-ാം ദിവസം പരിച്ഛേദന ഏൽപ്പിക്കണമെന്ന് പറയാൻ കാരണം, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ
ഉള്ളതായ ബന്ധത്തിൽ അതിന്റെ അതിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഉള്ളതായ ബന്ധത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുവാനായിട്ടിടയാകും. മാത്രമല്ല, എവിടെങ്കിലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നത് 2 മുതൽ 5 വരെയുള്ളതായ ദിവസങ്ങളിൽ അത് അതിനകത്ത് ഫോം ചെയ്യുന്നതായ വിഷയങ്ങളുള്ളതായ ബന്ധത്തിൽ അതിന്റെ രക്ത ഓട്ടത്തിൽ അല്ലെങ്കിൽ പുറമെ രക്തം വമിക്കുന്നതിന്റെ അളവ് കുറയുവാനായിട്ടിടയാകും 5 ദിവസത്തിന് ശേഷം. അത് പൂർണ്ണമായും ആ രക്ത ഓട്ടത്തെ കൺട്രോൾ ചെയ്യുന്നതായ 2 എലിമെന്റ് ഉണ്ട്. അതിലൊരു എലിമെന്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. ഈ 2 എലിമെന്റും 7-ാം ദിവസത്തോടു കൂടിയാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ക്വാണ്ടിറ്റി വെളിവായി വരുന്നത്. എന്ന് പറഞ്ഞാൽ 8-ാമത്തെ ദിവസമായിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആ രക്തം വാർന്നൊഴുകുന്നതിന്റെ അളവ് ഏറ്റവും നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്ന ഏറ്റവും പറ്റിയ ദിവസം എന്ന് പറയുന്നത് 8-ാമത്തെ ദിവസമാണ്. ഈ 8-ാമത്തെ ദിവസം പരിച്ഛേദന കൽപ്പിക്കുന്നതിൽ കൂടെ ഒന്ന് വേദന നിവാരണം ഉണ്ടാകും. മാത്രമല്ല, മുറിവിന്റെ ക്യൂറിംഗ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. ഇത് 1946 പുറത്തിറങ്ങിയതായ ജേണലിന്റെ വിഷയത്തുള്ളതായ ബന്ധത്തിൽ പറഞ്ഞതായ കാര്യമാണ്. അപ്പോ ഈച്ച് ആൻഡ് എവരിതിങ് വേദവസത്തിൽ പറയുന്നതായ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ യഹോവയായ ദൈവം തന്റെ ജനത്തിന്റെ ആരോഗ്യത്തെയും ശുദ്ധീകരണത്തെയും സംബന്ധിച്ച് നൽകിയിരിക്കുന്നത് കൊണ്ട് നാം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവവചനത്തിന്റെ ആധികാരികത അല്ലെങ്കിൽ അതിന്റെ ജെനുവിനിറ്റി അല്ലെങ്കിൽ അതിന്റെ ആക്യുറസി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതായ ഐസക് ന്യൂട്ടന്റെ 2 നിയമങ്ങളുണ്ടല്ലോ. ആ 2 നിയമങ്ങൾ എന്ന് പറയുന്നത് വേദപുസ്തക സംബന്ധമായി അതും വളരെ കൃത്യമാണ് എന്ന് ശാസ്ത്രലോകം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പറയുന്നതായ വിഷയങ്ങൾ നാം ഒന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ ചിന്തിച്ചാൽ വേദപുസ്തകം ഒരു മതഗ്രന്ഥമാണെന്നോ അല്ലെങ്കിൽ അതൊരു മിഥ്യയാണെന്നോ ഒരു സാങ്കല്പിക കഥയാണെന്നോ പറയുവാൻ കഴിയാത്ത വിധത്തിൽ വളരെ അരക്കിട്ട് ഉറപ്പിച്ചതായ കാര്യമാണ് തെർമോഡൈനാമിക്. അതായത് 11ാമതായിട്ട് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന വിഷയം ദ ഫാക്ട്സ് ഇൻവോൾവ് ഇൻ ദി 2 laws ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ഞാന്റെ 1ാമത്തെ ലോയും 2ാമത്തെ ലോയും. 1ാമത്തെ ലോ എന്താ പറയുന്നത്? 1ാമത്തെ ലോ പറയുന്നത് എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ബി ഡിസ്ട്രോയ്ഡ്. അതായത് ഒരിക്കൽ നിർമ്മിതമായിരിക്കുന്നതായ ഒരിക്കൽ സ്ഥാപിതമായിരിക്കുന്നതായ എനർജി അത് ക്രിയേറ്റ് ചെയ്യുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 6 ദിവസം കൊണ്ട് കർത്താവ് സൃഷ്ടിയെല്ലാം കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു. താൻ ചെയ്തതായ പ്രവൃത്തിയിൽ നിന്ന് താൻ നിവൃത്തനായി ഇനിയും ആ പ്രപഞ്ചത്തോട് ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ തന്റെ സൃഷ്ടി പരിപൂർണതയിലേക്ക് വന്നു എന്ന് കാണുകയാണ്. ആ സൃഷ്ടിയുടെ മേൽ ദൈവം കൽപ്പിച്ചാക്കിയതായ എനർജി അല്ലെങ്കിൽ ആ ഊർജത്താലാണ് ഈ പ്രപഞ്ചം മുഴുവനും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഊർജം അല്ലെങ്കിൽ ആ എനർജി ഇനി ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഡിക്രീസ് ചെയ്യാൻ കഴിയത്തുമില്ല. ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ ഗ്രഹങ്ങളായാലും ഉപഗ്രഹങ്ങളായാലും നക്ഷത്രങ്ങളായാലും ഗാലക്സികളായാലും അതിന്റെ വേഗതയ്ക്ക് വ്യത്യാസം വരും. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അഥവാ എനർജി ചോർന്നു പോയാലോ, എനർജി അതിൽ നിന്ന് ചോർന്നു പോയാൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്നത് അവിടെയും ഇത് തന്നെയാണ്, പ്രപഞ്ചത്തിന്റെ അസ്ഥിരത ഉണ്ടാകുവാനിടയാകും. 6 ദിവസം കൊണ്ട് ദൈവം അതിന്റെ സൃഷ്ടിയെല്ലാം പൂർത്തീകരിച്ചിട്ട് എന്ത് ചെയ്തു? താൻ പ്രവൃത്തിയിൽ നിർവൃത്തനായിരുന്നു. എന്നാൽ മനുഷ്യന്റെ വീഴ്ചയോടുകൂടെ
ദൈവം കൽപ്പിച്ചാക്കിയതായ അടുത്ത അരുളപ്പാട് തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ ലോയാണ്. ആ രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് അത് ഇതാണ്. അതായത് ഒരു എനർജിയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് രൂപാന്തരം വരുത്തുമ്പോൾ ഇടയ്ക്ക് അല്പം ഹീറ്റിന് എനർജി അല്ലെങ്കിൽ താപോർജം ഹീറ്റിന് എനർജി ഉണ്ടാകുവാനായിട്ടിടയാണ്. ഉദാഹരണത്തിന് ഒരവസ്ഥയിൽ ഇരിക്കുന്നതായ വസ്തുവിനെ മറ്റൊരവസ്ഥയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് ഇടയ്ക്ക് അല്പം ചൂട് വമിക്കുവാനായിട്ട് അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുവാനായിട്ടിടയാകും. ഈ ഹീറ്റ് വേറെ ഒന്നിനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല. അത് ആ ഹീറ്റ് എനർജി അതുപോലെ അങ്ങ് പോകുകയുള്ളൂ. അപ്പോ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതായ വിവിധ മാറ്റങ്ങൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ തുടർമാനമായി കുറേശ്ശെ ഈ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ എനർജി നഷ്ടപ്പെട്ടു പോകുന്നതായ ഭീമമായി നഷ്ടം സംഭവിച്ച് പോകുന്നതായ ഒരു അവസ്ഥ പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ യഹോവയായ ദൈവത്തിന്റെ വാക്കുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഭൂമിയുടെ മേൽ, പ്രപഞ്ചത്തിന്റെ മേൽ മനുഷ്യന്റെ പാപം നിമിത്തം പ്രപഞ്ചത്തിന്റെ മേൽ ശാപം വന്നു കഴിഞ്ഞപ്പോ അത് ഒരു നശീകരണ അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടുകയാണ്. ആ നശീകരണ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് സകല പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ഒരു രൂപാന്തരത്തിന് വേണ്ടി ഈറ്റുന്നവോടെ ഇരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് 8-ാം അധ്യായത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു. സകല സൃഷ്ടിയും ഈറ്റുന്നവോടെ ഇരിക്കുന്നു. എന്തിനാണ്? തങ്ങൾക്ക് ഈ മായയാകുന്നതായ ഈ നശീകരണ അവസ്ഥയിൽ നിന്ന് ഒരു മോചനമുണ്ടാകും. ആ മോചനമുണ്ടാകുന്നത് എപ്പോഴാണ്? സൃഷ്ടിതാവ് വെളിപ്പെടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകുമെന്നുള്ളതായ പ്രത്യാശയോടെ ആശയോടെ കാത്തിരിക്കുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒടുവിലത്തെ ആ നാശത്തെ കുറിച്ച് പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: സകല മൂലപദാർത്ഥങ്ങളും വെന്തഴിയും. ഈ ഭൂമി ഒരു നശീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ചാക്കിയതായ എന്ന് അനേക യുഗങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചാക്കിയതായ ആ സൃഷ്ടിയിൽ നിന്ന് ഊർജം നഷ്ടപ്പെട്ടു കുറേശ്ശെയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സമയമാകുമ്പോൾ പ്രപഞ്ചത്തിന് നിലനിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതിന്റെ കെട്ടുകൾ അഴിഞ്ഞ് പരസ്പരം കൂട്ടിമുട്ടി അത് അഗ്നിജ്വാലയായി വലിയ തീക്കിരയായി അത് വെന്തഴിയുന്ന അനുഭവത്തിലേക്ക് കടന്നു വരും. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? അത് കഴിഞ്ഞിട്ട് പുതിയ ഭൂമിയും പുതിയ ആകാശം ഉണ്ടാകും. അത് ഈ തെർമോഡൈനാമിക്സിന് അധീനമായിരിക്കുകയില്ല. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതായ പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഞാൻ പറഞ്ഞു വന്നത്, വേദപുസ്തകം ദൈവത്താൽ വിരചിതമാണ്, ദൈവത്താൽ കൺട്രോളിംഗ് ആണ്. അതിനകത്ത് ഒന്നും തള്ളിക്കളയാൻ പറ്റുകയില്ല, ഒന്നും അനുസരിക്കാതിരിക്കാൻ പറ്റുകയില്ല, ഒന്നും നമുക്ക് നിസാരമെന്ന് അഗണ്യമാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവവചനം പൂർണ്ണമായി അനുസരിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് വീഴുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ ഇതിന്റെ പ്രൊഫറ്റിക്കൽ ആക്യുറസി പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. വേദപുസ്തകം അറിയാവുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഏതായാലും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വചനത്തിന്റെ ആ അമേസിംഗ് ഫാക്ടിനെ കുറിച്ച് അല്പമെങ്കിലും അറിയുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.